എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സ്പോർട്സ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. എസ്പെഷ്യലി ക്രിക്കറ്റ്. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനും കളിക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല, പക്ഷെ സ്പോർട്സ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വേൾഡ് കപ്പ് അങ്ങനത്തെ കളികളൊക്കെ വന്നു കഴിഞ്ഞാൽ മിസ്സാവാതെ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഗാലറി പോയിരുന്ന് ഒരു മാച്ച് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അത് സാധിക്കുന്നു. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും മാച്ചൊക്കെ ഇങ്ങനെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ടി വിയിൽ കാണുമ്പോഴൊക്കെ ഓർക്കുക എപ്പോഴെങ്കിലും ഒന്ന് പോകണം, എപ്പോഴെങ്കിലും പോയി ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് മാച്ച് കാണണം, എൻജോയ് ചെയ്യണം, ചിയർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊരു വലിയ മോഹമാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിലത്തെ എനിക്കറിയാവുന്ന ആളുകൾ ഒത്തുകൂടുന്ന ഈ ഒരു ലീഗിന്റെ പാർട്ടായിട്ട് ഇവിടെ വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് മാച്ച് ആദ്യമായിട്ട് ഞാൻ ഗാലറിയിലിരുന്ന് കാണാൻ പോവാണ്. അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം. ഒരുപാട് സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. ഇന്ന് കുറേ മത്സരങ്ങൾ പല ടീംസായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീംസിലെ ആളുകളെയും ഒരുപാട് പേരെയും അറിയുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും എല്ലാ പ്ലെയേഴ്സിനും ആദ്യമേ തന്നെ ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു ഗംഭീര മാച്ച് ആയിരിക്കട്ടെ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ക്രിക്കറ്റ് ലീഗിൻ്റെ നിങ്ങളുടെ സംഘടനയുടെ ഒരു മെയിൻ ആള് നമ്മുടെ സജി സുരേന്ദ്രൻ ചേട്ടൻ എനിക്ക് ഇന്നത്തെ ഈ ഒരു അനൗൺസ്മെന്റ് ഒരു നോട്ടീസ് പോലത്തെ ഒരു സംഭവം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത് മിസ്സായി, എല്ലാവരോടും എന്നെ അന്വേഷണം പറയണം. ഞാൻ ദുബായിലായി പോയതുകൊണ്ടാണ്, എൻ്റെ മനസ്സ് മാത്രമേ എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ ദുബായിൽ, മനസ്സ് ഇവിടെയാണ്, നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും തന്നെയാ പറയാം, എന്തായാലും ഒരാളവിടെ മിസ് ചെയ്തിരിപ്പുണ്ട്. സോ ഞാൻ ഓർത്തു ആളുടെ വിഷമം ഒന്ന് മെൻഷൻ ചെയ്യാം എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം പുള്ളി ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ വിളിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഉദ്ഘാടനമാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനതിവിടെ ചെയ്യാൻ പോവുകയാണ്. ഈഗോ ക്ലാഷ് ലീഗ് ഞാനിവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അടിപൊളി കോമഡി ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്ലെയേഴ്സിനും അവിടെ വാമപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. അടിപൊളി. എന്തായാലും കുറച്ചു നേരം ഞാനിരുന്ന് മാച്ച് കണ്ടിട്ടേ പോകുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് എനിക്ക് ഈ ഒരു അവസരം തന്നതിന്. ഒരിക്കൽ കൂടി എല്ലാ പ്ലെയേഴ്സിനും എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. ഫൈനൽ കപ്പ് ആര് കൊണ്ടുപോകും എന്നറിയാൻ വേണ്ടി ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ്. വൺസ് അഗെയിൻ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഒത്തിരി നാളത്തെ ആഗ്രഹവും എല്ലാവരും ഒരു സ്വപ്നമിടുന്നൊരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് കളിക്കണം എന്നുള്ളത് അത് സാധ്യമാക്കി തന്ന ബാബുക്കും അതുപോലെ തന്നെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയണേ. അപ്പോൾ എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഇനിയും ഇതുപോലുള്ള ഗംഭീരമായിട്ടുള്ള ടൂർണമെൻറ്റുകൾ കൊണ്ടുവരട്ടെ എന്ന് സർവേഷന് പ്രാർത്ഥിക്കുന്നു. ബാബുക്ക് അതിനുള്ള എല്ലാ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന്. കാരണം ഞാൻ സിനിമ കളഞ്ഞ് ഹൈദരാബാദിൽ കളിക്കാൻ പോയതിന് എൻ്റെ വീട്ടിൽ വിളിച്ച് പരാതി പറഞ്ഞ ആളാണ്. അവൻ ക്രിക്കറ്റ് കളിച്ച് ഇറങ്ങോട്ടെ സിനിമ അഭിനയിക്കണ്ടെന്ന്. ഇപ്പോൾ വിത്ത് ഫാമിലി അടക്കം ഗ്രൗണ്ടിൽ നിന്ന് പോണില്ല, ഇവിടെ ഫുൾ ടൈം ഉണ്ട്. എന്തായാലും ഇനിയും സിനിമാ മേഖലയിൽ നിന്ന് മാക്സിമം ആൾക്കാരെ ബാധുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഈ അസോസിയേഷനും ഒന്നാവട്ടെ, ഇതുപോലെ നല്ല ടൂർണമെൻറ്റുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഏതായാലും വളരെ സന്തോഷമുണ്ട് CCFൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ്, ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഈഗോ ക്ലാഷ് എന്ന ഈ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അത് നടത്തുന്നത് നമ്മുടെ പ്രിജിനും എൻ്റെ വൈഫ് മഞ്ജുവും അബിയും ചേർന്നാണ്. അവർക്ക് എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ മനീഷ് എല്ലാത്തിനും ഉണ്ടായിരുന്നു. അതിലെല്ലാം ഉപരി
ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമുക്കൊരു സ്പോൺസർ വേണമായിരുന്നു. അത് എയിംസ് ഫെഡറേഷനോട് നമ്മൾ സമീപിച്ചപ്പോൾ അവർ 2 കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുകയായിരുന്നു. അതിലും നമ്മൾ വളരെ സന്തോഷവാനാണ്. അതുപോലെ ഒരുപാട് പാർട്ട്നേഴ്സ്, സ്പോൺസേഴ്സ്, പാർട്ട്നേഴ്സ് എല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മാച്ച് ഗംഭീരമായി വിജയിച്ചാൽ നമുക്കിത് തുടർന്നും ഇതുപോലുള്ള പല മാച്ചുകളും സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലെ വളരെ നിസ്സാരമായ സമയത്താണ് ഞാൻ വിളിച്ചിട്ട് ഇന്ന് ഈ ടൂർണമെൻറ്റ് തുടങ്ങിയാണ്, എനിക്കിതൊന്നും ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നോ എന്ന് പറഞ്ഞപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇവിടെ വന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന മിയക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ബാദുക. അടുത്തതായിട്ട് മോളിവുഡ് സൂപ്പർ ചെയിൻ ഐക്കൺ പ്ലെയർ വിനുചേട്ടൻ്റെ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് CCFിൻ്റെ മാച്ചസ് എപ്പോഴും ഒരു എനർജറ്റിക്കൽ മാച്ചസ് ആണ്. എല്ലാവരും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആ ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ. ഇന്ന് സത്യം പറഞ്ഞ ഈ ഒരു ഫ്ലഡ് ലൈൻ മാച്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഒരു കുറച്ചും കൂടെ എനർജി ഉണ്ട്. വെയിലത്ത് നിന്ന് കറക്കണ്ട എന്നുള്ളത് മാത്രമാണ് സത്യം പറഞ്ഞ ഒരേ ഒരു ഡിഫറൻസ്. പക്ഷേ നമ്മൾ എത്ര വെയിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല CCFിൻ്റെ മാച്ചസ് ആ വാശിയോട് തന്നെയാണ് എല്ലാവരും കളിച്ചിട്ടുള്ളത്. അപ്പം ഈ മാച്ചസും അതിനേക്കാളും ഇരട്ടി വാശിയുണ്ടാവും, കാരണം വെയിലിൻ്റെ കുറവുള്ളതുകൊണ്ട്. പിന്നെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അതേപോലെ ബാധുകയ്ക്കും, കാരണം ഈ തരത്തിൽ ഇതിനെ ഒരു വലിയ വേറൊരു ഫേസിലേക്ക് CCFിൻ്റെ മാച്ചസിനെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം പതുക്കാം. അപ്പോൾ എന്തായാലും മിയയ്ക്കും അതുപോലെ ഇനോഗ്രേഷന് വന്നതിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും. താങ്ക് യു. ഈഗോ ക്ലാഷ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നമുക്ക് ഇന്ന് മുതൽ 13-ാം തീയതി വരെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 2 മണി വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. 4 മാച്ചുകളായിരിക്കും നമുക്ക് ഒരു ദിവസം ഉണ്ടാവുക. നമുക്ക് സമയമില്ല. നമ്മൾ ഓൾറെഡി 5:30-6 മണിയായിരുന്നു ഇനാഗ്രൽ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ലേറ്റ് ആയി. അപ്പം നമുക്ക് മാച്ചിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മാച്ചിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്.